ഉത്തരം വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെയധികം നൊസ്റ്റാൾജി ഫീൽ തരുന്ന മാമ്പഴത്തരയാണ്. ഇപ്പോൾ മാമ്പഴ സീസണൊക്കെ അല്ലേ, നിറയെ മാമ്പഴം ഉള്ളപ്പോൾ ഇതുപോലെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. ഇതിപ്പോൾ വർഷങ്ങളോടെ സ്റ്റോർ ചെയ്യാന്നൊക്കെ പറയും, പക്ഷേ ഉണ്ടാക്കി അന്ന് തന്നെ പാത്രം കാലിയാവുന്ന വഴിയറിയില്ല. മാമ്പഴത്തര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മാമ്പഴമാണ് എടുത്തേക്കുന്നത്, വലിയ മാമ്പഴമാണ്. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. മാങ്ങയപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടു അല്പം പോലും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഏതുവരെ മാമ്പഴം വേണേലും എടുക്കാം കേട്ടോ. നമ്മുടെ മാമ്പഴത്തിൻ്റെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്, അധികം ടൈമൊന്നും വേണ്ട, പക്ഷെ ഉണക്കിയെടുക്കാൻ കുറച്ച് സമയം വേണം, അത്രേ ഉള്ളൂ. ഒരു പാനിലേക്ക് നമുക്ക് മാമ്പഴ പൾപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാരയുടെ മധുരം നോക്കി ആവശ്യത്തിന് ചേർക്കാം. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ അതിലും പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലല്ല, നമുക്കത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമ്മുടെ പണ്ട് കാലത്തെ മാമ്പഴത്തര എന്ന് പറഞ്ഞത് ഇങ്ങനെയല്ല കേട്ടോ, അത് പായയിൽ വെച്ച് ഉണക്കിയാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഇതുപോലെ ചൂടാക്കുകയും വറുക്കൊന്നും ചെയ്യാതെ മാമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ പായയിലിട്ട് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉരച്ച് വെയിലത്ത് വെച്ച് ഉണക്കും. ഇതിലേക്ക് നമുക്കൊരു അല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, പിന്നെ നല്ല പുളിയും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റി അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് നമുക്ക് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ചേർക്കാം. നമുക്കിത് സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല വട്ടത്തിൽ കട്ടി കുറഞ്ഞ് പരച്ചെടുക്കാം. അത്യാവശ്യം നല്ലപോലെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ മാമ്പഴത്തര ഉണ്ടാക്കി കഴിഞ്ഞപ്പം പിള്ളേർ സത്യം പറഞ്ഞാൽ ഉണക്കാൻ പോലും സമ്മതിച്ചില്ല. അതുപോലെ 2 ദിവസം എങ്ങനെ കഷ്ടിയൊന്ന് ഉണക്കിയെടുത്തതുള്ളൂ. പിന്നെ അന്ന് തന്നെ സാധനം തീർത്ത്. ഇപ്പം നമ്മളെല്ലാം പരത്തി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇപ്പോൾ പുറത്ത് വെയിലത്ത് ഉണക്കാൻ വെക്കുമ്പോഴേ നല്ലപോലെ പൊടിയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലോത്ത് വെച്ച്, കട്ടി കുറഞ്ഞ ക്ലോത്ത് വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 1.5 ദിവസം കഷ്ടിയെ വെയിലത്ത് വെച്ചുള്ളൂ. കാരണം ചില പിള്ളേർ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവർക്ക് ടേസ്റ്റ് നോക്കിയേ മതിയാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മക്കളും ഞാനും കൂടി ഇരുന്ന് കട്ട് ചെയ്തെടുത്ത്. പിന്നെ ഇപ്പോൾ ഇവിടെ എന്തായാലും നല്ല ചൂട് സമയമല്ലേ, അതും പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴത്തര റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് ഇതുപോലെ ചുരുട്ടി സ്റ്റോർ ചെയ്യാം. അത് നമുക്ക് ഗ്ലാസ് ജാറിലിട്ട് സ്റ്റോർ ചെയ്യാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പോൾ നമുക്ക് എത്ര നാൾ വേണേലും സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ ചെറിയ ക്യാൻഡിയൊക്കെ പോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.